ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസാണല്ലോ. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ഇന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വേഗം നമുക്ക് അതിലേക്കൊന്ന് പോകാം. കൊച്ചിയിൽ നിന്ന് ഉമേഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഈ കേസിൽ ഇന്നിപ്പോൾ എന്താണ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക്, കല്ലൂരിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് എത്തുന്നു എന്നാണോ? അതെ ശരത്ത്, ഈ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളായ ഈ കമ്പനി ഉടമകൾ ദമ്പതികളാണ് പ്രതാപൻ, ഭാര്യ ശ്രീന. രണ്ടുപേരും ഇപ്പോഴും കാണാമറയത്താണ്. ഒളിവിലിരുന്നു കൊണ്ടാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ കോടതി പറഞ്ഞത് ഇത്തരത്തിൽ ഒളിവിലിരിക്കാതെ എപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാൻ കഴിയും എന്ന് കോടതി ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് ചോദിച്ചു. അക്കാര്യത്തിൽ ഇന്ന് മറുപടി പറയാം എന്നാണ് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നും കോടതി ഇന്നലെ വാക്കാൽ പറയുകയുണ്ടായി. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് ഈ പ്രതികളുടെ അഭിഭാഷകൻ ഇന്ന് പറയാൻ പോകുന്നത്, അതിൽ കോടതി എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ കേസ് കൊച്ചി കലൂരിലെ PMLA കോടതി പരിഗണിക്കും എന്നാണ് അറിയുന്നത്. അതേസമയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിശക്തമായി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കുന്നുണ്ട്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ED അഭിഭാഷകൻ പറയുന്നത്. മാത്രമല്ല, ഈ പ്രതികൾ സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണ്. ഇവർക്കെതിരെ 19 കേസുകളാണ് ഇതിനകം നിലവിലുള്ളത് എന്ന് മാത്രമല്ല, അതിൽ 3 കേസുകളിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിക്ഷേപ തട്ടിപ്പിന് പുറമെ ഇവർ GST ഇൻ്റലിജൻസ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പ് വഴി 127 കോടിയുടെ ക്രമക്കേടാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്നവർ പറയുന്നു. അതിനു പുറമെ ക്രിപ്റ്റോ കറൻസി, OTT ഇവയുടെയൊക്കെ പേരിൽ 1157 കോടിയുടെ തട്ടിപ്പ് ആ നിലയ്ക്ക് നടത്തിയിട്ടുണ്ട്. ഈ നിക്ഷേപ തട്ടിപ്പ്, ഈ മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പ് വഴി 1693 കോടിയുടെ തട്ടിപ്പും ഈ ക്രിപ്റ്റോ കറൻസി OTT വഴിയുള്ള തട്ടിപ്പ് വഴി 1157, അങ്ങനെ ഏതാണ്ട് 3000 കോടിക്കടുത്ത് വലിയ തട്ടിപ്പ് നടത്തിയ പ്രതികളാണിവർ. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അന്വേഷണത്തെ അട്ടിമറിക്കും, തെളിവുകൾ നശിപ്പിക്കും. മാത്രമല്ല, ഈ തട്ടിച്ചെടുത്ത പണം ഒളിപ്പിക്കാൻ അവർ മറ്റു വഴികൾ തേടും. അതിനൊക്കെ അവസരം ഒരുക്കരുത്. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ഇവരുടെ ഏതാണ്ട് 200 കോടിയോളം രൂപ മാത്രമാണ് EDക്ക് മരവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള കൂടുതൽ സ്വത്തുക്കൾ അവരുടെ കണ്ടുകെട്ടേണ്ടതായിട്ടുള്ള നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇവർ ഹവാലയായി 100 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ കടത്തിയിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് EDയും ഇതിനകം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർവാദങ്ങളുണ്ടാകും. കോടതി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ അറിയാൻ കഴിയുകയും ചെയ്യും. ശരത്ത്, ശരി. ഉമേഷാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും അധികം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് കേസാണ്. ഒളിവിലിരുന്നുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്ന നിലയിലുള്ള പ്രതികൾ ഒരു സമീപനം സ്വീകരിച്ചപ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നത്. അതിലുള്ള മറുപടി ഇന്ന് ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണം നടക്കുന്നു. 10-ൽ പരം കേസുകൾ. ഉമേഷ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചത്.